UN-ൻ്റേതായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഗസയിൽ മരിച്ചു വീഴുന്ന 10 പേരിൽ 7 പേർ സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇൻ്റർനാഷണൽ മീഡിയയിൽ വന്നിട്ടുള്ള വാർത്തകളും അതിൻ്റെ സ്ക്രീൻഷോട്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെയധികം ദുഃഖകരമായൊരു കാര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിനെ വേണ്ട രീതിയിൽ ഇതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് UN-ൻ്റെ റിപ്പോർട്ടാണ്, അതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും വൻ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങൾ, അതായത് ഈ ഒരു യുദ്ധം നിർത്തുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങൾ മുൻപിട്ടിറങ്ങി അവരാൽ കഴിയുന്ന രീതിയിൽ ഇതിനെ ഒന്ന് തടയിടാനായിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തേണ്ടതാണ്. കാരണം വളരെയധികം ദുരിതത്തിലൂടെയാണ് ഗസ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യം ഇസ്രയേലുമായിട്ടുള്ള സൈനികപരമായ അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതും ആയുധങ്ങൾ വിൽക്കുന്നതും അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇസ്രയേലിൻ്റെ യുദ്ധക്കുറ്റങ്ങൾക്കെതിരെ അവർ ICC-യിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അത് സംബന്ധിക്കുന്ന വിവരങ്ങളാണ്, അത് സംബന്ധിക്കുന്ന ന്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു രാജ്യങ്ങൾക്ക് അവരാൽ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു ഈ ഒരു യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം പെട്ടെന്ന് തന്നെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാര്യം US-ൻ്റെ ഇപ്പം പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ, അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു യുദ്ധത്തിനോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയായിരിക്കും? അദ്ദേഹം യുദ്ധം എല്ലാം നിർത്തുമെന്ന രീതിയിലൊക്കെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇസ്രയേലിൻ്റെ അടുത്ത് അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ ഒരു കൈകാര്യം ചെയ്യുന്നത്, ഈ ഒരു യുദ്ധത്തെ എങ്ങനെ നിർത്തുന്നതിൽ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. വലിയ രീതിയിലുള്ള ജനപിന്തുണയോടുകൂടി തന്നെയാണ് ട്രംപ് ഈ ഒരു പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ തന്നെ ആഗ്രഹിക്കാം. ഇപ്പോൾ ഏകദേശം 1 വർഷത്തിന് മേലെയായി ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട്. അത് തീർച്ചയായിട്ടും അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയും വരുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. അത് ഇസ്രായേലിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ എയർ ബേസുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ പിഴവുകൾ ഒരു പ്രാവശ്യവും കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എയർ ബേസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൻ സുരക്ഷയുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കൺഫർമേഷൻ, അതായത് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അവർ ഇതുവരെ ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഇസ്രായേൽ പറയുന്ന മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രദേശത്തിനകത്ത് നടന്നൊരു കാര്യമാണ്. സോ ഇസ്രായേൽ പറയുന്ന മാത്രം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ച് നിരവധി ന്യൂസുകൾ വരുന്നുണ്ട്. ആ ന്യൂസ് കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായി എന്ന രീതിയിലാണ് നിരവധി ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമസ്കാരം.